ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമായിരുന്നു. 12 ദിവസം നീണ്ടുന്ന യുദ്ധം. ആ യുദ്ധം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇസ്രയേൽ വിചാരിക്കുന്നു ഇറാന് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെങ്കിൽ ഇറാൻ തീർച്ചയായിട്ടും ഇസ്രയേലിനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇസ്രയേൽ കൊണ്ടിടും. അതോടുകൂടി പിന്നെ ഇസ്രയേലില്ല, ആ ജൂത ജനതയില്ല എന്നുള്ളത്. അതുകൊണ്ട് വർഷങ്ങളായിട്ട് 2011 മുതൽ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവർ 1 മാസം അകലെയാണ്, 2 ആഴ്ച അകലെയാണ് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ജസ്റ്റ് അകലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 15 കൊല്ലമായി. ഇപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, 1 മാസം അകലെയാണ്, 2 ആഴ്ച അകലെയാണ്. അതായത് യുദ്ധത്തിന് തൊട്ട് മുന്നേ വരെ. ഇപ്പം നെതന്യാഹു അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിമർശകർ പറയും, യഥാർത്ഥത്തിൽ ഇറാന് ന്യൂക്ലിയർ ആയുധം ഇല്ല. കാരണം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ള ഒരു ഫത്വ അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖൊമേനി പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിവിൽ ഉപയോഗത്തിന് വേണ്ടി മാത്രമേ ന്യൂക്ലിയർ ശക്തി ഉപയോഗിക്കൂ എന്നുള്ളതാണ്. എന്നിട്ട് ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്ന NPT എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് 1970 നിലവിൽ വരുന്നത്. അതിൽ ഇറാൻ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ആണവ ശക്തിയുടെ വ്യാപനം തടയുന്നതിന് കമ്മിറ്റഡ് ആണ്, അന്താരാഷ്ട്ര ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇറാൻ. ഇസ്രായേൽ ഒപ്പുവെച്ചിട്ടില്ല. ഇസ്രായേൽ 7 ഡേ വാറിന് മുന്നേ തന്നെ കുറഞ്ഞത് 2-ലധികം ആണവായുധങ്ങൾ ഡിമോണ എന്ന് പറയുന്ന അവരുടെ നെഗേവ് മരുഭൂമിയിലെ ആണവ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ആണവ നിർവ്യാപന കരാറിനെ കുറിച്ച് പറയുമ്പോൾ 5 രാജ്യങ്ങളെ ന്യൂക്ലിയർ ഗ്രാൻഡ് ഫാദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സെക്യൂരിറ്റി കൗൺസിൽ 5 രാജ്യങ്ങൾ, റഷ്യ, അമേരിക്ക, ചൈന, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ഇവർ 5 പേരും ഉണ്ടാക്കി. ഇവരെന്നുണ്ടാക്കി? 1967 ജനുവരി 1 മുന്നേ ഉണ്ടാക്കിയത് അവിടെ ഇരിക്കട്ടെ, ഇനി ആരും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് NPTയുടെ അടിസ്ഥാനം. അപ്പോൾ ഉണ്ടാക്കിയവരെയൊന്നും പിടിച്ചു വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേൽ 1967 ജനുവരി 1 മുന്നേ ഇസ്രയേലിൻ്റെ കയ്യിൽ അണുവായുധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. 68 NPT ഓപ്പൺ ആവുന്നത്. രാജ്യങ്ങൾ വന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഇന്ത്യ ഒപ്പിട്ടില്ല, ഇസ്രയേൽ ഒപ്പിട്ടിട്ടില്ല, ഇറാൻ ഒപ്പിട്ടു. ഒപ്പിട്ടതിന് ശേഷം ഇറാന് പിന്നെ ഈ ആണവായുധങ്ങൾക്ക് ആയുധം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, മെഡിസിൻ പർപ്പസിനായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇത് പറ്റില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ യുറേനിയം എൻറിച്ച് ചെയ്തു. യുറേനിയം എൻറിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 പർപ്പസേ ഉള്ളൂ. ഒന്ന്, സാധാരണ ഇതിൽ നമുക്ക് കിട്ടുന്ന മഞ്ഞ കേക്ക്. ഈ മഞ്ഞ കേക്ക് ആണ് യുറേനിയം എന്ന് നമ്മൾ പൊതുവിൽ പറയുന്നത്. അതിൽ യുറേനിയത്തിൻ്റെ 2 ഐസോട്ടോപ്പുകളുണ്ട്, 235 238. സാധാരണഗതിയിൽ പ്രകൃതിയിൽ കിട്ടുന്ന യുറേനിയത്തിൻ്റെ 99.3% 238. അത് ഫിസൈൽ മെറ്റീരിയൽ അല്ല, അത് വെച്ചുകൊണ്ട് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. 0.7% ആണ് 235. നമുക്ക് 1% പോലും ഇല്ല. ഇത് തിരിച്ചെടുക്കണം. സാധാരണ 2 കെമിക്കൽസ് ആണെങ്കിൽ കെമിക്കൽ ആയിട്ട് തിരിച്ചെടുക്കാം. പക്ഷേ ഇത് ഒരു മൂലകത്തിൻ്റെ 2 ഐസോട്ടോപ്പുകളാണ്. അതിനാണ് ഈ സെൻട്രിഫ്യൂഗ്സ് ഉപയോഗിക്കുന്നത്. സെൻട്രിഫ്യൂഗിൽ ഈ സാധനം വാതകമാക്കും. ആദ്യം യുറേനിയം ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയുന്നൊരു വാതകമാണ്. എന്നിട്ട് ഇതങ്ങോട്ട് കയറ്റി വിടും. എന്നിട്ട് ഇതിങ്ങനെ കറക്കുമ്പോൾ 238 സെൻട്രിഫ്യൂഗിൻ്റെ ഭിത്തികളുടെ ഭാഗത്തേക്ക് പോകും. 235 വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ അതെൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കും. ഗ്യാസാണ്. എന്നിട്ട് നടുക്ക് ഭാഗത്തുള്ള ഗ്യാസ് എടുത്ത് അടുത്ത സെൻട്രിഫ്യൂഗിലേക്ക് കൊടുക്കും. അപ്പം ഈ നടുക്ക് ഭാഗത്തുള്ള ഗ്യാസിൽ ഈ 0.7 നിന്നൊരു അല്പം കൂടുതലായിരിക്കും. കാര്യം ഭാരം 235 ഭാരമുണ്ട് 238. അതുകൊണ്ട് 238 മാറിപ്പോകും. ഒരു ചെറിയൊരു വേർതിരിവ് ഉണ്ടാവും. എന്നിട്ട് നടുക്ക് ഭാഗത്തെടുത്ത് അടുത്ത സെൻട്രിഫ്യൂഗിൽ കൊടുക്കും. അതിൻ്റെ നടുക്കിൽ നിന്ന് മധ്യഭാഗത്ത് നിന്ന് അടുത്ത സെൻട്രിഫ്യൂഗിലേക്ക് കൊടുക്കും. ഇങ്ങനെ 100 കണക്കിന് സെൻട്രിഫ്യൂഗുകൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഈ 0.7% എന്നുള്ളത് 3%-ലേക്കൊക്കെ വരും. 3%-ലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കാൻ അത് മതി. പിന്നെയും സമ്പുഷ്ടീകരിക്കും. ഒരു 20% ഒക്കെ ആകുമ്പോൾ മെഡിസിനൽ പർപ്പസിനായിട്ടുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കും. ഇറാൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നത് 60%. ഇപ്പം നമ്മൾ വിചാരിക്കും 60% അല്ലേ ആയുള്ളൂ, ഇനി 40% എന്നാണ് എന്ന്. അങ്ങനെയല്ല.
60% നിന്ന് 90% ആയി കഴിഞ്ഞാൽ ബോംബായി. അത് വളരെ എളുപ്പമാണ്. കാരണം ഈ 60% വരുന്ന സാധനത്തിൽ നിന്നാണ് വീണ്ടും സമ്പുഷ്ടീകരണം നടക്കുന്നത്. ഇത് ഇൻക്രിമെൻ്റലി ഈസിയാണ്. അത് ഏറ്റവും പ്രയാസം ഈ 0.7% നിന്ന് 3% എത്തിക്കാനാണ്. അത്രയും പ്രയാസമല്ല 3% നിന്ന് 20% എത്തിക്കാൻ. അതിലും പ്രയാസം കുറവാണ്, അല്ലെ സമയവും കുറച്ച് മതി 20% നിന്ന് 60% എത്തിക്കും. മറ്റേത് അവസാനത്തെ ഒരു ടോപ്പ് അപ്പ് പരിപാടിയാണ്. യഥാർത്ഥത്തിൽ IAEA അടുത്തിടെ നടന്ന പരീക്ഷണത്തിൽ അല്ലെങ്കിൽ പരിശോധനയിൽ 83% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് കണ്ടത്. എത്ര കിലോ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ 60% എൻട്രി ചെയ്ത യുറേനിയം കുറഞ്ഞത് 408 കിലോ മഞ്ഞക്കേക്ക് ഇറാന്റെ കയ്യിലുണ്ടെന്നാണ്. 408 കിലോ. അതൊരു 10 മുതൽ 15 വരെ ബോംബുകൾക്ക്, സാധാ ബോംബുകൾക്ക് അത് മതി. ഇസ്രായേലിന്റെ കയ്യിൽ ഇത്ര നാളായിട്ട് ബോംബുണ്ട്. ഇറാന് പേടിയില്ല, ഇറാഖിന് പേടിയില്ല, സൗദിക്ക് പേടിയില്ല. അവരാരും പറയുന്നില്ല. ഇടയ്ക്ക് ബോംബുണ്ട് എന്ന് പറയുന്നല്ലാതെ. പക്ഷെ ഇറാന്റെ കയ്യിൽ ബോംബ് വരുമ്പോൾ എന്താണ് എല്ലാവരും പേടിക്കാൻ കാരണം? വേറൊരു രാജ്യം പാകിസ്ഥാന് ബോംബുണ്ട്. പാകിസ്ഥാന് ബോംബ് ഉണ്ടാക്കുന്നത് തടയാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, റീഗന്റെയൊക്കെ കാലഘട്ടത്തിൽ ബോംബ് ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അതിന് അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യ പരീക്ഷണം നടത്തി. ഇന്ത്യക്കെതിരായിരുന്നു അത് അമേരിക്ക. അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്ന ആക്രമണം പ്രധാനമായിട്ടും 3 സെന്റേഴ്സിലായിരുന്നു കേന്ദ്രീകരിച്ചത്. ഒന്ന് ഫോഡോ, നദാൻസ്, അതുപോലെ തന്നെ ഇസ്ഫഗാൻ. ഈ ഫോഡോയിൽ ആക്രമണമായിരുന്നു ഏറ്റവും വലുത്. കാരണം 80 മീറ്റർ താഴ്ചയിലാണ് ഈ നിലയമുള്ളത്. അത് നിറച്ച് സെൻട്രിഫ്യൂഗ്സ് ആണ്, എൻറിച്ച്മെന്റ് ആണ്. അമേരിക്കയിലെ കയ്യിലൊരു ബോംബുണ്ട്. ആ ബോംബിന്റെ പേര് ബോംബ് യൂണിറ്റ് 57 എന്നുള്ളതാണ്. ഗൈഡഡ് ബോംബ് യൂണിറ്റ് 57, GBU 57. അതിന് 60 മീറ്റർ വരെ താഴെ പോകാൻ പറ്റും. ഈ 80 മീറ്ററിലുള്ള ഇതിനെ ഹിറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരുന്നു വിഷയം. അത് തന്നെ ഒരിടത്ത് ഹിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വീണ്ടും ഹിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. 13,600 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. ഈ ഭാരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു വിമാനം ഇവിടെ കിടപ്പുണ്ടായിരുന്നു, F-35 എന്ന് പറയുന്ന വിമാനം. ആ വിമാനത്തിൻ്റെ ഡ്രൈ വെയിറ്റ്, ആ വണ്ടിയുടെ മാത്രം ഭാരം അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ മാത്രം ഭാരം നോക്കുകയാണെങ്കിൽ ഇതിലും കുറവാണ്. 30,000 പൗണ്ട്. ഒരു ബോംബിന് ഒരു വിമാനത്തിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളത്. അത്ര വലിയൊരു ബോംബാണ്. അതേപോലെ 12ഓളം ബോംബുകൾ ഈ ഫോഡോയിൽ ഇട്ടു എന്നാണ് പറയുന്നത്. 2 ബോംബ് നദാൻസിലിട്ടു. പിന്നെ അതേസമയം അമേരിക്ക ഈ ടോമഹാക്ക് മിസൈലുകൾ വെച്ച് ഇസ്ഫഗാനിലും അടിച്ചു. പക്ഷെ അതിനു മുന്നേ തന്നെ ഇസ്രായേൽ അതെല്ലാം അടിച്ചൊരു പരുവാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇത് എത്രമാത്രം തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ. ഫോഡോ സിവിയർലി ഡാമേജ് വിത്ത് മേജർ എബോവ് അണ്ടർഗ്രൗണ്ട് ഡിസ്റപ്ഷൻ സിവിയർലി സെറ്റ് ബാക്ക്. മിനിമം 2 വർഷത്തേക്ക് അത് പുറകോട്ട് പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഫോഡോ ഇപ്പോൾ 2 വർഷമേ പോയുള്ളൂ. അതിനാണോ ഇത്രയും ചെയ്തത്? നോക്കൂ, ഈ B-2 ബോംബർ എന്ന് പറയുന്ന വിമാനം 2 ബില്യണിലധികമാണ് ഒരു വിമാനത്തിൻ്റെ വില. അത് 7 വിമാനം അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു, 6 വിമാനം തിരിച്ച് പസഫിക്കിലേക്ക് പറക്കുന്നു. അമേരിക്കയും റഷ്യയൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് കുറേ വിമാനങ്ങൾ ഇങ്ങോട്ട് പറക്കുന്നു. അതൊരു 4,500 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുന്നു. ഈ വിമാനങ്ങൾ ഏതാണ്ട് 17,000 കിലോ, 14,000 മുതൽ 17,000 കിലോമീറ്റർ വന്ന് ഇറാനിൽ ബോംബിടുന്നു. 124 ഫൈറ്റേഴ്സാണ് അതിൻ്റെ കൂടെ. ഇങ്ങനെ വരികയാണ്. അമേരിക്കയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. എത്ര രൂപ ചിലവായി കാണും? കാര്യം 37 മണിക്കൂർ നിർത്താതെ പറക്കണം പൈലറ്റുകൾ. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് സുഷിരം ഇട്ടത്. ഈ ഫോഡോ എന്ന് പറയുന്ന ആ പർവ്വതത്തിൽ, ആ പാറയിൽ ഗ്രാനൈറ്റ് തുളച്ചാണ് കയറ്റിയത്. അപ്പോൾ ഫോഡോ 2 വർഷത്തേക്ക് പുറകോട്ട് പോയി. നദാൻസിലും ഇസ്ഫഗാനിലും പുറത്തുള്ള സാധനങ്ങളെല്ലാം അടിച്ചു കളഞ്ഞു. പക്ഷെ അകത്തുള്ള സാധനങ്ങൾ പോയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അത് മാസങ്ങൾ പുറകിൽ പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്ന റിപ്പോർട്ട്. ഇനി പക്ഷേ ഇതെല്ലാം തന്നെ റിവൈവ് ചെയ്യണമെങ്കിൽ ഇറാൻ അവിടെ ചെന്നിട്ട് വീണ്ടും ഇതെല്ലാം നോക്കണം, റിപ്പയർ വർക്ക് തുടങ്ങണം. അങ്ങനെ റിപ്പയർ വർക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടിക്കും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ എന്തായാലും നിലപാട് തന്നെ. ഇപ്പോൾ ഫോഡോ ആയിരുന്നു ഇസ്രായേലിന് അടിക്കാൻ പറ്റാത്തത്. കാരണം അത്രയും താഴ്പ്പാനുള്ള JBU ഇസ്രായേലിൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു ബോംബ് ഉണ്ടായിരുന്നില്ല. അത് ഇടാനുള്ള ബോംബറും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ അവർ നോക്കും.